ജീവകാരുണ്യ രംഗത്തും സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിലും കേരളത്തിൽ നടക്കുന്ന നിശബ്ദമായ സാമൂഹ്യ വിപ്ലവമാണ് അമൃതശ്രീയെന്ന് കൊല്ലം MP NK പ്രേമചന്ദ്രൻ. അമൃതശ്രീ നീണ്ടകര അമൃത സ്വാശ്രയ സംഘത്തിൻ്റെ വാർഷികാഘോഷവും പ്രവർത്തന ലാഭ വിഹിത വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. ചവറ പരിമണം ശ്രീ ദുർഗാദേവി ക്ഷേത്രാങ്കണത്തിലാണ് അമൃതശ്രീ നീണ്ടകര പരിമണം ക്ലസ്റ്ററിൻ്റെ വാർഷികാഘോഷവും പ്രവർത്തന ലാഭവിഹിത വിതരണവും സംഘടിപ്പിച്ചത്. സ്ത്രീ ശാക്തീകരണത്തിലൂന്നിയുള്ള സാമൂഹ്യ വിപ്ലവത്തിലൂടെ വികസിത ശക്തിയായി ഇന്ത്യയെ മാറ്റിയെടുക്കുന്നതിനുള്ള രാജ്യത്തിൻ്റെ പ്രയത്നങ്ങളിൽ മാതാ അമൃതാനന്ദമയി മഠവും അമൃത സ്വാശ്രയ സംഘങ്ങളും വഹിക്കുന്ന പങ്കിനെ വളരെയേറെ ആദരവോടെയാണ് താൻ സ്മരിക്കുന്നതെന്നും അമൃത സ്വാശ്രയ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് സമൂഹത്തിൽ വമ്പിച്ച മാറ്റങ്ങൾ സൃഷ്ടിക്കാനായിട്ടുണ്ടെന്നതിൽ ഒരു സംശയവുമില്ലെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ NK പ്രേമചന്ദ്രൻ MP ചൂണ്ടിക്കാട്ടി. ഞാൻ പറഞ്ഞത് അങ്ങനെ ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങൾ, സന്നദ്ധ സേവന തൽപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ കേരളത്തിൽ നടന്നിട്ടുള്ള നിശബ്ദമായ സാമൂഹ്യ വിപ്ലവം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന സ്ത്രീ ശാക്തീകരണ പ്രക്രിയയിൽ, വനിതാ ശാക്തീകരണ പ്രക്രിയയിൽ അമൃത സ്വാശ്രയ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വൻപിച്ച മാറ്റം സൃഷ്ടിക്കാൻ, മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു സംശയവും വേണ്ട. കൊല്ലം മുളങ്കാടകം മാതാ അമൃതാനന്ദമയി മഠം മഠാധിപതി ബ്രഹ്മചാരിണി തന്മയാമൃത ചൈതന്യ അനുഗ്രഹ പ്രഭാഷണം നടത്തി. നിങ്ങൾക്ക് ഒരു ആധ്യാത്മിക സംസ്കാരം ഉണ്ടായാൽ അത് നിങ്ങളുടെ കുടുംബത്തിലെ ഓരോരുത്തരെയും നല്ല രീതിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. നമുക്കറിയാം, ഇന്നത്തെ സമൂഹത്തിൻ്റെ വിപത്തുകൾ, അതിൽ നിന്നെല്ലാം ഒരു മോചനത്തിനായി നമുക്ക് നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ നമ്മളിലുള്ള ഈ നല്ല സംസ്കാരം തീർച്ചയായും വഴിതെളിയിക്കും. അമൃതശ്രീ ജില്ലാ കോർഡിനേറ്റർ B പുഷ്പരാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പരിമണം ക്ലസ്റ്റർ സെക്രട്ടറി പ്രസന്നകുമാരി വാർഷിക റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. NK പ്രേമചന്ദ്രൻ MPയും ബ്രഹ്മചാരിണി തന്മയാമൃത ചൈതന്യയും ചേർന്ന് സ്വാശ്രയ സംഘങ്ങൾക്കുള്ള സഹായങ്ങൾ വിതരണം ചെയ്തു. NSS സ്വതന്ത്ര കരയോഗം പ്രസിഡന്റ് ശിവൻകുട്ടി അടക്കമുള്ളവർ ചടങ്ങിൽ സംസാരിച്ചു. ക്ലസ്റ്ററിന് കീഴിലുള്ള 23 സ്വാശ്രയ സംഘങ്ങളിൽ നിന്നായി 100 കണക്കിന് വനിതകൾ പരിപാടിയിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊല്ലം.